റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമാണ് നാം ചിന്തിച്ചു വെച്ചത്. അതിന്റെ 23 മുതലുള്ള വാക്യമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 23 മുതലുള്ള വാക്യമാണ് നാം ഇപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഇവിടെ ആത്മാവിനെ സംബന്ധിച്ച് ആദ്യ ദാനം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആദ്യഫലം എന്നുള്ളത് ഏതർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ മക്കൾ അവരുടെ ആദ്യഫലം ദേവാലയത്തിൽ കൊണ്ടുവരുന്ന ഒരു കർമ്മം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമകാലത്ത് അങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ആത്മാവ് പ്രാപിച്ച വിശ്വാസിക്ക്, പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിത്യതയോളം അളവറ്റ ഫലം അവന് കൊയ്യുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പുത്രത്വമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടി ആ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് എന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. 24 രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണാത്തതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥമായി നാം ഈ വാക്യം ഭാഷാന്തരത്തിലേക്ക് പോകുമ്പോൾ, അതിന്റെ ട്രാൻസ്ലേഷനിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ, പ്രത്യാശയിലേക്കല്ലോ നാം രക്ഷിക്കപ്പെടുന്നത് എന്നാണ് വരേണ്ടത്. ഇവിടെ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക്, ഭാഷാന്തരത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, പ്രത്യാശയിലേക്കല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രത്യാശയിലേക്കല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്ന ആ പ്രത്യാശയുടെ അനുഭവം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നുള്ളതാണ് നമ്മുടെ ഭാവി പ്രത്യാശ. 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ നാം ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. നാം നമ്മുടെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, നോക്കി നിൽക്കുമ്പോൾ ശിഷ്യന്മാർ കണ്ടതുപോലെ കണ്ടിട്ടില്ല. എന്നാൽ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
നാം വിശ്വസിക്കുന്ന അതേ യേശു ഇന്ന് നാം മരിച്ചു മൺമറഞ്ഞാൽ അവന്റെ കാഹളത്തിൽ നമ്മൾ രൂപാന്തരപ്പെടും. ഇപ്പോൾ കർത്താവ് പ്രത്യക്ഷമാകുകയാണെങ്കിൽ നാം ഇവിടുന്നും രൂപാന്തരം പ്രാപിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. 26-ാമത്തെ വാക്യത്തിൽ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം, പരിശുദ്ധാത്മാവും നമ്മുടെ ബലഹീനതയെയും പറ്റിയാണ് നമുക്കവിടെ പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവും നമ്മുടെ ബലഹീനതയും. പ്രാർത്ഥനയിലുള്ള നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കേണ്ടത് വേണ്ടും പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോഴല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതിനു മുമ്പ് തന്നെ നാം പ്രാർത്ഥിക്കണം. ഇവിടെ 26-ാമത്തെ വാക്യത്തിൽ ഔവണ്ണം തന്നെ അപ്പോസ്തലനായ പൗലോസ് ആ വാക്ക് വളരെ ശക്തമായി ഉച്ചരിച്ചിരിക്കുന്നു. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. അപ്പോൾ ഔവണ്ണം തന്നെ എന്ന പ്രയോഗം 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ബന്ധത്തിലാണ്. എന്താണ് 25-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ നാം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത്. എന്നാൽ ഒരു ബലഹീന സമയത്ത് നാം അതിനെ അവിശ്വസിക്കുകയാണെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? അതിൽ തളർന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോൾ ആത്മാവ് പ്രധാനമായും നമുക്ക് തുണ നിൽക്കുകയാണ്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇവിടെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. എന്താണ് അറിയുന്നില്ലല്ലോ എന്നാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. അവിടെ ഒരു ചോദ്യമുണ്ട്, എന്താണ് വേണ്ടും പോലെ നാം അറിയാത്തത്? നമുക്ക് അറിഞ്ഞുകൂട്ടാത്തത് നമ്മുടെ ബലഹീനതയാണ്. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പോയിന്റ് ചെയ്യുന്നത്. നമ്മുടെ ബലഹീനതകളെ നമുക്ക് പലപ്പോഴും ഒരുപക്ഷെ നമുക്ക് അറിയുമായിരിക്കാം, പക്ഷെ നാം അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ബലഹീനതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ ബലഹീനതയ്ക്ക് ആത്മാവ് തുണ നിൽക്കുന്നു. അതായത് ഈ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി അത്യധികമായി പകർന്നുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തി ഉറപ്പിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സാരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ അറിയുന്നു. 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. കണ്ടോ? എന്നാണ് 28-ൽ എഴുതിയിരിക്കുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും എന്തായിരുന്നു? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സ്തോത്രം. വിശേഷാൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ബലഹീനതയുടെ മധ്യത്തിൽ, അത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കോ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കോ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ
ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ ബലഹീനതയുടെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ സകലവും അതേ പരിശുദ്ധാത്മാവ് നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. ശരിയാണ്, നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ശരിയാണ്, നമുക്ക് ആഗ്രഹമുണ്ട്, മുന്നോട്ട് വരുവാൻ സാധിക്കുന്നില്ല. എങ്കിലും നീ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അത് ഇങ്ങനെയുള്ള വിചാരങ്ങളോടെ ഭാരപ്പെട്ട് വിഷമിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ശക്തീകരിക്കുകയാണ് നിന്നെ പ്രാർത്ഥിക്കുവാൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുകയാണ് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ. 29 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇവിടെ ചില തിയോളജിക്കൽ ടേംസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അതിന്റെ പൂർണ്ണ വിശദീകരണത്തിലേക്കൊന്നും എനിക്ക് പോകുവാനായിട്ടുള്ള സമയമില്ല. എങ്കിൽ തന്നെയും ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ ശരണപ്പെടുകയാണ്. ഇവിടെ എന്റെ 29 വാക്യത്തിൽ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡെസ്റ്റിനേഷൻ. ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ മുൻ നിയമിച്ചു. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവൻ നമ്മെ കണ്ടു, മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു. ഇലക്ഷൻ, നമ്മളെ തെരഞ്ഞെടുത്തു. തിയോളജിക്കൽ ടേംസ് രണ്ടാമത് ഇലക്ഷൻ, നമ്മളെ തെരഞ്ഞെടുത്തു. വിളിച്ചവരെ നീതീകരിച്ചു. നീതീകരിച്ചു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള ഡോക്ട്രിനൽ പോയിന്റ് ആണ്. ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം. നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള ഒരു തിയോളജിക്കൽ ടേംസ് ആണ് തേജസ്കരീകരണം. അപ്പോൾ ഇവിടെ ദൈവം നമ്മെ മുൻ നിയമിച്ചത് തന്റെ പുത്രന്റെ തേജസ്സിനോട് അനുരൂപപ്പെടുവാനാണ്. സ്തോത്രം. അപ്പോൾ അവനോട് അനുരൂപപ്പെടുവാൻ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? വിളിച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതിന് 29 വാക്യത്തിൽ, സ്വരൂപത്തിന് അനുരൂപമാവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചിരിക്കുന്നു. വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതിന് 30 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇതു സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഇതു സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. സ്തോത്രം. അപ്പോൾ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം ഒരു വിശ്വാസിയെ ക്രിസ്തുവിനോടുകൂടെ നോക്കിക്കാണുന്ന ഒരവസ്ഥയാണ് തേജസ്കരീകരണം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആ അനുഭവത്തോടു കൂടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ് തേജസ്കരീകരണം എന്നുള്ള വാക്കുകൊണ്ട്, ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രയോഗം ഇവിടെ നമുക്ക് കാണുന്നത് ഈ 30 വാക്യത്തിൽ, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചിരിക്കുന്നു. 31 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇതു സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അപ്പോൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ സംഭവത്തെ സംബന്ധിച്ച് നാം എന്ത് ആണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്തോത്രം. അപ്പോൾ ഇവിടെ നീതി ശാശ്വത അനുഗ്രഹമാക്കി ദൈവം ഇവിടെ ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമ്മളെ വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. അപ്പോൾ ചില തിയോളജിക്കൽ ടേംസ് ഞാൻ ഒന്നും കൂടെ പറയുന്നു. 29 വാക്യത്തിൽ
ആ അവൻ നമ്മളെ മുൻ നിയമിച്ചവരെ വിളിച്ചു, നീതീകരിച്ചു, തിരസ്കരിച്ചു. അപ്പോൾ നീതീകരണം ശാശ്വത അനുഗ്രഹമാക്കി അവിടെ ഉറപ്പിക്കുകയാണ്. അവിടെ വേറൊരു സംഭവങ്ങൾ നമുക്ക് കാണുന്നില്ല. അത് നമുക്ക് ഉറപ്പിച്ചു തരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ, 31 മുതൽ അതിന്റെ 39 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു പഠിക്കുമ്പോൾ ദൈവപൈതലിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വിശ്വാസത്തിന്റെ വെളിച്ചത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വിജയത്തിന്റെ വെളിച്ചമാണ് അവിടെ നമ്മൾ കാണുന്നത്. വിശ്വാസത്തിന്റെ വിജയത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നാം എന്ന് പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ശരിയാണ്, മുകളിൽ നമ്മൾ പഠിച്ചു, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ബലഹീനത വെളിപ്പെട്ടേക്കാം, പ്രതികൂലങ്ങൾ വെളിപ്പെട്ടേക്കാം. ഇതൊക്കെ ഒരുപക്ഷെ നമ്മളെ ക്രിസ്തുവിൽ നിന്നും അന്യപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ട്. എങ്കിൽ തന്നെയും ആത്മാവ് നമുക്ക് കൂട്ടുനിൽക്കുന്നു. അത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരായി നിൽക്കും? സ്തോത്രം. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലെ, ഇന്നീ മണിക്കൂറിൽ ഒരു കാര്യം ശക്തമായി ഞാൻ വിളിച്ചു പറയട്ടെ. നമ്മുടെ ആത്മീയ ശുശ്രൂഷയോടുള്ള മണ്ഡലത്തിൽ, നമ്മുടെ ബൈബിൾ കോളേജിന്റെ പഠനത്തോടുള്ള മണ്ഡലത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തോടുള്ള മണ്ഡലത്തിൽ, നമ്മുടെ ഭൗതികമായ മണ്ഡലത്തോടുള്ള മണ്ഡലത്തിൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഒരു ശക്തിക്കും നമ്മളെ പ്രതികൂലമായി ബാധിക്കുവാൻ സാധ്യമല്ല. കാരണം ദൈവം നമുക്ക് അനുകൂലമായി നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതുകൊണ്ടാണ് ഇതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഇവിടെ ഈ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം. 32, 33, 34-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ കുറ്റം ചുമത്തും. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അബ്രഹാം തന്റെ സ്വന്തം പുത്രനെ അർപ്പിച്ചിരിക്കുന്ന ഒരു സൂചനയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാം തന്റെ സ്വന്തം പുത്രനെ യാഗമാക്കുവാനായിട്ട് അർപ്പിക്കുവാനായിട്ട് പോകുന്ന ഒരു സൂചനയെ ഈ 32-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അപ്പോൾ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തന്റെ സ്വന്തം പുത്രനെ യാഗമർപ്പിക്കുവാൻ. എന്നാൽ അബ്രഹാം തന്റെ ഭാര്യയോട് ചോദിച്ചില്ല, കൂട്ടു സഹോദരങ്ങളോട് ചോദിച്ചില്ല. അബ്രഹാം നേരെ പോയി അത് ദൈവം തന്നോട് പറഞ്ഞ ആ ആലോചന അതവിടെ നിവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു സൂചന ഇവിടെ നമുക്ക് കാണുന്നു. അതായത് 32-ൽ ഇരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവരോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? കാൽവരിയുടെ കുലമരത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുവാനായിട്ട് തീർന്നു. അവൻ കാൽവരിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി സകലവും അവിടെ നൽകി തന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ആ സൗജന്യമായ ആ രക്ഷ ദാനമായി നമുക്ക് അവിടെ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 34-ൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തു മരിച്ചവൻ
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തു മരിച്ചു, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നു. എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ ശബ്ദമുയർത്തി വായിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. ആ സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു എബ്രായ ലേഖനം 7:25, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ പക്ഷവാതം എന്ന വാക്ക് നമുക്ക് എബ്രായ ലേഖനം 7:25 ചേർത്ത് പഠിക്കണം. സ്തോത്രം. എബ്രായ ലേഖനം 7:25 വാക്യത്തോടുകൂടി ചേർത്ത് പഠിക്കുന്നത് ഒന്നുകൂടെ നന്നായിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ാമത്തെ അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. ആ ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാൻ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അപ്പോൾ നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന ഒരു ദൈവം. സ്തോത്രം. നാം നിൽക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ സാമ്പത്തിക ഭദ്രതയല്ല, നമ്മുടെ വിശ്വാസ യോഗ്യതയല്ല, നമ്മുടെ സഭയിലെ ആളുകളുടെ വലിപ്പം കൊണ്ടോ പെരുപ്പം കൊണ്ടോ അല്ല. നിന്റെ MTHO MDO MAയോ അല്ലെങ്കിൽ PhD കൊണ്ടല്ല നീ നിൽക്കുന്നത്. പക്ഷെ നിന്നെ നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. പലപ്പോഴും നിന്നെ വീഴ്ത്തുവാൻ, നിന്നെ ഇല്ലാതാക്കുവാൻ അതേ അവന് ചോദിച്ചു. പക്ഷേ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവം അനുവദിക്കാതെ നമ്മുടെ തലയിലെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും ദൈവം അറിഞ്ഞു മാത്രമേ സംഭവിക്കുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഞാനൊരു ദൂത വിളിച്ചു പറയട്ടെ. നിന്റെ ജീവിതത്തിലൂടെ നീ കടന്നു പോകുന്ന ശോധന, നിന്റെ ജീവിതത്തിലൂടെ നീ കടന്നു പോകുന്ന പ്രയാസം, അതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിന്നെ കാണുന്നവർ, അത് കേൾക്കുന്നവർ രഹസ്യമായും പരസ്യമായും അത് അറിയുവാൻ വേണ്ടി അവർ പല രീതിയിലൂടെ നിന്നോട് ചോദിച്ച് മനസ്സിലാക്കി അവർ മാറി നിന്ന് ചിരിച്ചെന്ന് വരാനേക്കാം. എന്നാൽ ഇനി മണിക്കൂർ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. നിനക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്ന, നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കണം. സ്തോത്രം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 4:15. ഓടിച്ചു പോകുന്നു, സമയം പോരാ, ഓടിച്ചു പോകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. സ്തോത്രം. ഈ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവല്ല, പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. സ്തോത്രം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു, സ്തോത്രം, അവൻ പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നീ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2:1 കൂടെ നിങ്ങൾ ഒന്ന് വായിക്കുമല്ലോ. 1 യോഹന്നാന്റെ ലേഖനം 2:1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ
നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. സ്തോത്രം. നിങ്ങൾക്ക് വാക്യങ്ങളെല്ലാം കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. ഈ വാക്യങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ വാക്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ ചേർത്ത് വെച്ച് വായിച്ച് പഠിക്കുമല്ലോ. കർത്താവ് ഇതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 35-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. 35-ാമത്തെ വാക്യം, റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നിമിത്തം നാം ഇതിലെല്ലാം പൂർണ്ണജയം പ്രാപിച്ചിരിക്കുന്നു. നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ അത് പൂർണ്ണജയം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളെ വിളിച്ചിരിക്കുകയാണ്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണ്, നമ്മളെ നീതീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണജയം പ്രാപിക്കാതിരിക്കുവാൻ തക്കവണ്ണം അത് പിശാച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രവർത്തിച്ച് നമ്മളെ പുറകോട്ട് തള്ളിയിടുവാനായിട്ടുള്ള സാധ്യതകൾ 100% അതുകൊണ്ട് നാം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരണം. സങ്കീർത്തനം 44:22 കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. 36-ാം വാക്യത്തിനോടുള്ള ബന്ധത്തിൽ, 36-ാമത്തെ വാക്യത്തിനോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനങ്ങൾ 44:22 വാക്യം നിങ്ങൾ കിട്ടിയെങ്കിൽ വായിക്കാം. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 44:22 രേഖപ്പെടുത്തിയിരിക്കുന്നു: നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. കർത്താവെ, ഉത്തരമരുളണമേ. നീ ഉറങ്ങുന്നത് എഴുന്നേൽക്കണമേ. ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുത്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇനി മണിക്കൂറിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ദൈവം നമ്മളെ ഒരു കാലത്തും തള്ളിക്കളയുന്ന ദൈവമല്ല. ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മളെ അവന്റെ കരത്തിന് പിടിച്ച് വഴി നടത്തുവാൻ സർവശക്തനായ ഒരു ദൈവമാണ്. 37-ാമത്തെ വാക്യത്തിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. അതിന്റെ 38 എഴുതിയിരിക്കുന്നു: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. ഒന്ന് പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെ, നമ്മളെ വേർപിരിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിച്ചുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ നമുക്കറിയാം, ഈ പൂർണ്ണജയം പ്രാപിച്ച ഒരു ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധമാകുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗത്തിന്റെയും ദുഃഖത്തിന്റെയും ഒറ്റപ്പെടലുകളുടെയും മധ്യത്തിൽ അവൻ ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇവ ഒന്നും തന്നെ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഓരോ ദിവസവും ഞാൻ പരിപൂർണമായി അത് ശക്തി പ്രാപിക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ 37-38 വാക്യത്തിൽ ഇവിടെ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ എന്നൊരു വാക്ക് അവിടെ ഉച്ചരിച്ചിട്ടുണ്ട്.
ദൂതന്മാർ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ എന്നത് ഇവിടെ ഈ സന്ദർഭത്തിൽ ഇത് സാത്താന്യ ദൂതന്മാരെ സംബന്ധിച്ചാണ് എന്നുള്ളതാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ നമുക്ക് പഠിക്കുവാനിടയായിത്തീരുന്നത്. പിശാചിന്റെ സേവകന്മാരെ പറ്റിയുള്ള ഒരു സംഭവമാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പിശാചിന്റെ ദൂതന്മാരുണ്ട് 100%. അപ്പോൾ ഈ പിശാചിന്റെ സേവകന്മാർ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒരുപക്ഷെ വേർപിരിക്കുവാൻ അവൻ ശ്രമിക്കാം. പക്ഷെ ഒരു ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇവയൊന്നും തന്നെ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിരിക്കുവാൻ കഴിയില്ല. അദർശ ശക്തികൾ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അദർശ ശക്തികൾ എന്നാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം. സ്തോത്രം. അദർശ ശക്തികൾക്കും അതിന്റെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഇവയൊന്നിനും തന്നെ നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ സാധ്യമല്ല. 9-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നീതി യഹൂദ ജാതി നിഷേധിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നാം കടന്നു വരുന്നത്. നീതി യഹൂദ ജാതി നിഷേധിക്കുന്നു. ഈ 9-ാമത്തെ അധ്യായം അതിന്റെ 11 വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ 9-ന്റെ 1 മുതൽ 11-ന്റെ 36 വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഇത് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മൾ അതിന്റെ തലക്കെട്ട് ആദ്യം നോക്കിയതാണ്. 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 11-ാം അധ്യായത്തിന്റെ 36 വരെയുള്ള പദത്തിലാണ് നീതി യഹൂദ ജാതി നിഷേധിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ അവിടെ വിശകലനം ചെയ്യുന്നത്. ഇവിടെ ഒരു യഹൂദൻ ചോദിക്കുവാനുള്ള വലിയ ഒരു ചോദ്യത്തിന് അപ്പോസ്തലനായ പൗലോസ് മറുപടി പറഞ്ഞിരിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു യഹൂദൻ ചോദിക്കുവാൻ സാധ്യതയുള്ള വലിയ ഒരു എതിർ ചോദ്യത്തിന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപക്ഷെ ഇത് ഉപകാരപ്പെടുമായിരിക്കും. ആ ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്. ഇതെല്ലാം ഓരോ വ്യൂസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പല ബുക്കുകളിൽ റെഫർ ചെയ്ത് കിട്ടിയിട്ടുള്ള ഓരോ ചിന്തകളാണ്. പൗലോസ് പ്രസംഗിക്കുന്നത് പോലുള്ള ആളാണ് യേശു ക്രിസ്തുവെങ്കിൽ, പൗലോസ് പ്രസംഗിക്കുന്നത് പോലുള്ള ആളാണ് യേശു ക്രിസ്തു എങ്കിൽ ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രത്യേക വാഗ്ദത്തങ്ങളെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുവോ? പൗലോസ് പ്രസംഗിക്കുന്നത് പോലുള്ള ആളാണ് യേശു ക്രിസ്തുവെങ്കിൽ ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായ വാഗ്ദത്തങ്ങളെ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുവോ? ഇവിടെ ഈ അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പരമാധികാരം നമുക്കിവിടെ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ ഒരു പരമാധികാരം.
9-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിശ്വാസികളായ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായ വലിയൊരു ദുഃഖം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിശ്വാസികളായ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വന്ന വലിയൊരു ദുഃഖമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ചോദ്യം ചെയ്യാൻ കഴിയാത്തതും അവകാശമില്ലാത്തതുമായ ദൈവത്തിന്റെ അധികാരങ്ങളാണ് ദൈവത്തിന്റെ പരമാധികാരമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ പരമാധികാരത്തെ മനുഷ്യന് ചോദ്യം ചെയ്യുവാൻ കഴിയുന്നതല്ല, അതിന് മനുഷ്യന് അവകാശമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായി പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. അപ്പോൾ ശക്തിയേറിയ ഈ ഭാഷ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. കണ്ടോ? അപ്പോൾ 2-ാം വാക്യത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് 1-ാമത്തെ വാക്യം വരുന്നത്. 2-ാം വാക്യത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ മുഖവുരയായിട്ടാണ് ഇവിടെ 1-ാമത്തെ വാക്യം വരുന്നത്. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. കണ്ടോ? അപ്പൊ 2-ാം വാക്യത്തിന്റെ മുഖവുരയായി 1-ാമത്തെ വാക്യത്തെ നമുക്ക് ഗണിക്കാവുന്നതാണ്. എന്റെ മനസാക്ഷി, ഇവിടെ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ നോട്ട് ചെയ്യുമല്ലോ, എന്റെ മനസാക്ഷി. ഈ മനസാക്ഷി എന്ന്, എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടതും ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതുമാണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വെളിപ്പെടുന്നത്, എന്റെ മനസാക്ഷി. അപ്പോൾ പലപ്പോഴും നാം നമ്മുടെ മനസാക്ഷിയെ ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ നന്നായിരിക്കും. നമ്മുടെ മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണോ അതോ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണോ? ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. കണ്ടോ? എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇവിടെ നോവുമുണ്ടെന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ ഹൃദയത്തിൽ തട്ടി പറയുന്ന ഒരു വാചകമാണിത്. കാരണം തന്റെ മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്, നയിക്കപ്പെടുന്നതാണ്. ഇന്ന് രാത്രി ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നമ്മുടെ മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതാണോ? നമ്മുടെ മനസാക്ഷി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണോ എന്ന് നാം നമ്മളെ തന്നെ ശോധന ചെയ്യണം. നിങ്ങൾ 3-4 പേര് കൂടിയിരുന്ന് ഒരു കുറ്റം പറഞ്ഞു, ഒരു കുറവ് പറഞ്ഞു, ഒരുപക്ഷെ നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ല,
എന്ന് 4 പേര് കൂടി വിശകലനം ചെയ്ത് ഒരു ജസ്റ്റിഫിക്കേഷൻ വരുത്തി പോകുന്നതല്ല. നമ്മുടെ മനസ്സാക്ഷിയുടെ അകത്ത് അത് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ടിട്ട് നയിക്കപ്പെട്ടിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്തിരിക്കേണ്ടതും. പ്രൈസ് ദി ലോർഡ്. അതിന് 3-ാമത്തെ വാക്യം, ജഡപ്രകാരം എന്റെ ചർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോണം, നിങ്ങൾക്ക് ഈ വാക്യം പുറപ്പാട് പുസ്തകം 32-ന്റെ ചേർത്ത് വെച്ച് വായിച്ച് പഠിക്കാം. അതിന്റെ 3-ാമത്തെ വാക്യം, ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഭവം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്ഭവം അവിടുന്ന് തന്നെയാണെങ്കിൽ തന്നെയും അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനായി എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ ഇസ്രായേലിയർ പുത്രത്വം തേജസ് നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളെല്ലാം അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാവൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന് സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ലയോ? ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ അവന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്ന ഒരു സംഭവം, അതിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു പഠിക്കുമ്പോൾ, ആമേൻ, ദൈവവചനം വൃഥാവായി പോയി എന്നല്ല. അപ്പോൾ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ദൈവം തന്റെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്നാൽ പഴയ നിയമകാലത്തോടുള്ള ബന്ധത്തിലും ഇപ്പോൾ പുതിയ നിയമത്തിലോടുള്ള ബന്ധത്തിലും നമുക്കതിനെ കാരണം കണ്ടുപിടിക്കുവാൻ സാധ്യമല്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് വില്ലാണ്. ദൈവത്തിന്റെ വില്ലിനെ ചോദ്യം ചെയ്യുവാൻ നമുക്ക് അധികാരമില്ല. യഹൂദന്മാരിൽ ചിലരെ രക്ഷിക്കുകയും ചിലരെ തെരഞ്ഞെടുക്കുകയും ശേഷം ചിലരെ രക്ഷിക്കാതിരിക്കുകയും ചെയ്തുവെങ്കിൽ അത് കഴിഞ്ഞ കാലത്തെ പ്രവൃത്തിയോട് സാമ്യം വഹിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവഭാഗത്ത് എന്തെങ്കിലും അവിശ്വസ്തയോ നീതികേടോ ഉള്ളതായി ഒരു യഹൂദ എതിരാളിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യമല്ല. ഇതിലേക്ക് ആദ്യമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസഹാക്കിന്റെയും ഇസ്മായിലിന്റെയും ഒരു ദൃഷ്ടാന്തം നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനിടയായിത്തീരുന്നു. ഇസഹാക്കിന്റെയും ഇസ്മായിലിന്റെയും ദൃഷ്ടാന്തം. രണ്ടാമത്തെ ദൃഷ്ടാന്തം യാക്കോബ് ഏശാവിന്റെ ഒരു ദൃഷ്ടാന്തത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കും ഇസ്മായേലും, അവിടുന്ന് അതേ പരമ്പരയിലായിരിക്കുന്ന ഏശാവിന്റെയും യാക്കോബിന്റെയും ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമുക്ക് ഒരുപക്ഷെ ചോദിക്കാം.
അപ്പോൾ ഈ ചോദ്യത്തിൽ ദൈവം തന്റെ തെരഞ്ഞെടുപ്പ് ദൈവം ചെയ്തു എന്നുള്ളതാണ്. സ്തോത്രം. അത് ദൈവത്തിന്റെ ഹിതത്തോടുള്ള ബന്ധത്തിലാണ് ദൈവം അവിടെ ചെയ്തിരിക്കുന്നത്. നമുക്കത് ചോദ്യം ചെയ്യുവാനുള്ള ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവം ഇസഹാക്കിനെ തെരഞ്ഞെടുക്കപ്പെടുകയും ഇസ്മായിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നുള്ള ആ സംഭവം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അവിടെ മറുപടി അത് ദൈവത്തിന്റെ ഇഷ്ടം മാത്രമാണ് എന്നുള്ളതാണ്. താഴത്തേക്ക് നാം പഠിക്കുമ്പോൾ യാക്കോബിനോടും ഏശാവിനോടുമുള്ള ബന്ധത്തിൽ അവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിത്തീരുന്നു. അവിടെയും രണ്ട് തിരഞ്ഞെടുപ്പുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു ദൃഷ്ടാന്തം കാണുവാൻ സാധിക്കുന്നു. ഇതിൽ ദൈവം പാർഷ്യാലിറ്റി കാണിച്ചുവോ എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. പക്ഷെ നമുക്കത് പറയുവാൻ സാധ്യമല്ല. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ഇഷ്ടം മാത്രമാണ്. സ്തോത്രം. അതിനോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഇസഹാക്കിൽ ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജലപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്ന് എണ്ണുന്നത്. ഈ സമയത്തേക്കോ ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പ് തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. കണ്ടോണം, ഇവിടെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം വരേണ്ടതിന്. 12-ാം വാക്യത്തിൽ മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. അതിന് 13-ൽ ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയുന്നു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് മോശയോട് അരുളി ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന് കരുണ തോന്നുന്നവനോട് അവൻ കരുണ തോന്നുന്നു. സ്തോത്രം. അതിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിത്തീരുന്നത് ചില ചോദ്യങ്ങൾ ഇവിടെ ചിലർ ചോദിച്ചിട്ടുണ്ട്. ദൈവിക തെരഞ്ഞെടുപ്പ് നീതിപരമായിട്ടാണോ? എന്നാൽ അത് വളരെ നീതിപരമായിട്ടാണ് ദൈവം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ എന്നുള്ള ചോദ്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പക്കൽ അനീതി ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു നാളുമില്ല. ആ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം എഴുതിയിരിക്കുന്നു, ഒരു നാളുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒന്നിനു പുറകെ ഒന്നൊന്നായി കഷ്ടതകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, അതെ പീഡകൾ, അതെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുമ്പോൾ ചുറ്റുപാടുകൾ, സഹോദരങ്ങൾ, നിന്റെ ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, നീ എന്തിനാണ് ദൈവത്തെ സേവിക്കുന്നത്, നീ എന്തിനാണ് ദൈവത്തിന്റെ പുറകാലെ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചോദിച്ചേക്കാം. പക്ഷേ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ദൈവത്തിന്റെ പക്കൽ അനീതിയില്ല. ദൈവം ധാരാളമായി സ്നേഹിക്കുന്ന ദൈവമാണ്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മോട് കനിവ് തോന്നുന്ന
ഒരു ദൈവമാണ്. സ്തോത്രം. കരുണ കാണിക്കുവാൻ അവൻ നീതിമാനായ ദൈവമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കരുണ വെളിപ്പെടുത്തുവാൻ ദൈവം നീതിമാനായ ദൈവമാണ്. നാം ഇവിടെ പഠിക്കുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരുളി ചെയ്തിരിക്കുന്നു. താഴത്തേക്ക് വായിക്കുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്തിനാൽ അത്രേ സകലവും സാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നത് കരുണ തോന്നുന്ന ദൈവത്തിലാണ് സകലവും സാധിക്കുന്നത്. അപ്പോൾ നാം എന്തെല്ലാം തന്നെ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ അസംഭവങ്ങൾ സാധ്യമായി തീരുകയുള്ളൂ. അപ്പോൾ ഒരു യഹൂദൻ രക്ഷിക്കപ്പെടുക, ഒരു ജാതി രക്ഷിക്കപ്പെടുക, ഇതെല്ലാം അസംഭവമായ കാര്യങ്ങളാണ്. പക്ഷേ ദൈവവചനത്തിന്റെ പ്രസംഗത്തിലൂടെ, ദൈവവചനത്തിന്റെ പ്രവൃത്തിയിലൂടെ ഇതെല്ലാം ദൈവം കരുണ തോന്നിയാൽ, ദൈവം നമ്മോട് കരുണ തോന്നിയാൽ, ദൈവത്തിന്റെ സൃഷ്ടിയോട് കരുണ തോന്നിയാൽ ഇതെല്ലാം സാധ്യമായ കാര്യം തന്നെയാണ്. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ. സ്തോത്രം. അപ്പോൾ ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവഭൂമിയിലും പ്രസിദ്ധമാകണം. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വെളിപ്പെടുത്തണം. അത് മാത്രമല്ല, ദൈവത്തിന്റെ നാമം സർവഭൂമിയിലും പ്രസിദ്ധമാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, അങ്ങനെ തന്നെ മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ഇത് പഴയ നിയമത്തിൽ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയ ഒരു സംഭവത്തോട് നിങ്ങൾക്ക് ചേർത്ത് പഠിക്കാം. ഫറവോനോടുള്ള ബന്ധത്തിൽ ദൈവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു സംഭവത്തോട് നമുക്ക് ചേർത്ത് പഠിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അതിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, ആകിയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? കണ്ടോ, ഇവിടെ ദൈവം തന്റെ പരമാധികാര പ്രകാരമാണ് കരുണ കാണിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ ഒരു കാരണവശാലും മനുഷ്യന് കുറ്റപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പലരും ദൈവത്തെ കുറ്റപ്പെടുത്തും നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവം എന്തിനാണ് ഇങ്ങനെയുള്ള കഠിനതകൾ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അങ്ങനെ തനിക്ക് മനസ്സുള്ളവരോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. ആർ അവന്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? ഒരു നാളുമില്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തോട് നമുക്ക് ചോദ്യം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ ദൈവം
ആ ഒരു കുശവന്റെയും മണ്ണിന്റെയും ദൃഷ്ടാന്തം ഇവിടെ ഉപയോഗിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു. കുശവന്റെയും മണ്ണിന്റെയും ദൃഷ്ടാന്തം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനഞ്ഞവനോട് എന്നെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമോ? സ്തോത്രം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് അവർ ഇഷ്ടത്തോടെ എതിർത്ത് നിൽക്കുന്നു. നീ എന്നോട് ചോദിക്കും, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നത് മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത്? 20-ാമത്തെ വാക്യം ഇവിടെ മണ്ണിന്റെയും ഒരു കുശവന്റെയും ദൃഷ്ടാന്തമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു കുശവൻ ഒരു പാത്രം അതിനെ ആലയിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് അനവധിയായ പ്രോസസ്സുകളുണ്ട്. ചിലപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ വെച്ച് തന്നെ അത് നഷ്ടപ്പെട്ടു പോയിരിക്കാം. ചിലപ്പോൾ അവൻ അത് ഉണ്ടാക്കി വളരെ വൃത്തിയായി അത് ആലയിലേക്ക് വെക്കുമ്പോൾ, ആ ചൂടിലേക്ക് വെക്കുമ്പോൾ ഒരുപക്ഷെ അത് പൊട്ടിപ്പോകാം. അത് തീയുടെ കാഠിന്യത്താൽ ഒരുപക്ഷെ ഇല്ലാതെയായി തീർന്നേക്കാം. പക്ഷേ ഈ മണ്ണിന് ഒരു കാരണവശാലും കുശവനോട് എന്നെ എന്തിനാണ് ഇങ്ങനെ മെനഞ്ഞത് എന്ന് ചോദിക്കുവാൻ അധികാരമില്ല എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് തന്നെ ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? സ്തോത്രം. പ്രിയമുള്ളവരെ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നാം ഒരിടത്ത് അവിശ്വസ്തരാകുമ്പോൾ നമ്മൾ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടുന്ന സമയത്ത് നാം അവിശ്വസ്തരായി മാറുമ്പോൾ ദൈവം നിന്റെ അതേ സ്ഥാനത്ത് നിന്ന് തന്നെ വേറെ ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം. ഒരുപക്ഷെ നിന്നെ തന്നെ ദൈവം ഒന്നും കൂടെ ഉടച്ച്, ദൈവം ഒന്നും കൂടെ വാർത്തെടുത്ത് ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പാത്രമായി ദൈവം അവിടെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തിയും അതേ മനുഷ്യന്റെ എതിർ ചോദ്യത്തിന്റെ യുക്തിശൂന്യതയെയും ഇവിടെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നമുക്കിവിടെ കാണുന്നത്. കുശവൻ അതേ പിണ്ടത്തിൽ ഒരു പാത്രം മാനത്തിനും വേറെ മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപത്തിൽ കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച തേജസ്സിനായി മുന്നൊരുക്കിയ കാരണപാത്രങ്ങളെ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യരായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയത്തോടെ സഹിച്ചുവെങ്കിൽ എന്ത്? പ്രിയമുള്ളവരെ, അതേ ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മളിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? പ്രിയമുള്ളവരെ, അതെ അതിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്നും അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്നും വിളിക്കപ്പെടുമെന്ന് ഹോശയ പുസ്തകത്തിലും അരുളി ചെയ്തുവല്ലോ. യെശയ്യാവ് ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളോടുള്ള എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിത്തീർന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലും ജാതികളും ഒരുപോലെ ഒരു പ്രവചന വിഷയമായി ഇവിടെ വരികയാണ്. 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ ഇസ്രായേലും അതുപോലെ ജാതികളും ഒരുപോലെ ഒരു പ്രവചന വിഷയമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ജാതികളെ സംബന്ധിച്ച് അവർക്ക് രക്ഷയുണ്ടാകുമെന്നും
ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ശേഷിപ്പ് മാത്രം രക്ഷയിലേക്ക് വരുമെന്നുള്ളതാണ് വസ്തുത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്റെ ജനമല്ല, അത് 25 എഴുതിയിരിക്കുന്ന എന്റെ ജനമല്ലാത്തവർ എന്റെ ജനമെന്നും പ്രിയമില്ലാത്തവരെ പ്രിയെന്ന് ഞാൻ വിളിക്കും, നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന് ഹോശേയ പുസ്തകത്തിലും അരുളി ചെയ്യുന്നല്ലോ. യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇസ്രായേലിന്റെ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടുവോ. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുമെന്ന് വിളിച്ച് പറയുന്നു. സ്തോത്രം. 29 വാക്യത്തിൽ സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ല എങ്കിൽ നാം സോദോമിനെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. ആകിയാൽ നാം എന്തു പറയണ്ടു? നീതി പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. സ്തോത്രം. 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു, യഥാർത്ഥത്തിൽ ഈ 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ 10-ാം അധ്യായത്തിന്റെ 1-2 മുതലുള്ള വാക്യത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമുക്ക് കാണുന്നത്. ആകയാൽ നാം എന്ന് പറയേണ്ടു, നീതി പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, ഇന്ന് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്, നാം എല്ലാവരും കർത്താവിനെ സ്തുതിക്കുകയാണ്. യഥാർത്ഥമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഇസ്രായേൽ ജനത്തിനു വേണ്ടിയാണ്. എന്നാൽ അവർ അത് തിരസ്കരിച്ചപ്പോൾ ആ രക്ഷ നമ്മളിലേക്ക് വ്യാപരിക്കുവാനായിട്ടയായി തീർന്നു. ജാതികളായി നമ്മളിലേക്കും അത് വ്യാപരിക്കുവാനായിട്ടയായി തീർന്നു. ഇന്ന് അത് വിശ്വസിക്കുന്ന ഏവർക്കും അത് ഫ്രീ ആയി ലഭിക്കുകയാണ്. അതുകൊണ്ട് ആകിയാൽ നാം എന്ന് പറയുന്നു, നീതി പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അവരിപ്പോഴും ന്യായപ്രമാണത്തിന്റെ ചട്ടക്കൂടിലാണ്, അവരിപ്പോഴും പൗരോഹിത്യത്തിന്റെ ചട്ടക്കൂടത്തിലാണ്, അവരിപ്പോഴും അതേ റോസറിയുടെ ചട്ടക്കൂടിലാണ്, അവരിപ്പോഴും അതേ ആ ന്യായപ്രമാണത്തിന്റെ ചട്ടക്കൂടിലൂടെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ എത്തിയില്ല. അതുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം കർത്താവിൽ വിശ്വസിച്ചാൽ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഈ എന്റെ ഹൃദയത്തിലേക്ക് ഒരു വാക്യം ഓടിക്കയറി വന്നിട്ടുണ്ട്. ഞാൻ ആ വാക്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് വായിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുകയാണ്. അതിന്റെ 32, 33 വാക്യത്തോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം അതിന്റെ 13-ാമത്തെ അധ്യായം അതിന്റെ 55, 56, 57 വാക്യം ഒന്ന് വായിക്കണം. കിട്ടിയവർ ഇല്ല, ഞാൻ തന്നെ വായിക്കാം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നിവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേഫ്, ശീമോൻ, യൂദാ എന്നിവരല്ലയോ, ഇവന് സഹോദരികളും എല്ലാം നമ്മോടുകൂടെ അല്ലയോ, ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്നവർ പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോകുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അവങ്കൽ എന്ത് ചെയ്തു? ഇടറിപ്പോയി. പ്രിയമുള്ളവരെ, ഇവിടെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവൃത്തികളെ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിപ്പോകുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ അത് അവർ വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട്
അവർ ഇടർച്ചക്കല്ലിൽ മേൽ തട്ടി. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കൽ തടങ്ങൾ പാറി വെക്കുന്നു. അവരിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലക്ഷിച്ചു പോവുകയില്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അവൻ തച്ചന്റെ മകനാണ്. സ്തോത്രം. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അവന് സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു, ആ അതെ, അവൻ അപ്പനുണ്ട്, അമ്മയുണ്ട്. അതെ, ഇതൊക്കെ നോക്കിയാൽ അവനിൽ വിശ്വസിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നോക്കുമ്പോൾ അവനിൽ, യേശുവിൽ വിശ്വസിക്കുവാൻ അവർക്ക് യാതൊരു പോസിബിലിറ്റീസും ഇല്ല. അവരിൽ നിന്ന് ഇടറി മാറിപ്പോവുകയാണ്. സ്തോത്രം. എന്നാൽ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നു, അവനിൽ വിശ്വസിക്കുവാൻ നമുക്കൊരു ഭാഗ്യം തന്നു. അതുകൊണ്ടാണ് അതിന് 33 എഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ സിയോനിൽ ഗ്രന്ഥങ്ങൾ പാറി വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാൾ ലജിച്ചു പോകയില്ല എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ അത് ആ കർത്താവ് വിശ്വസിക്കുവാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആ കർത്താവിനെ വിശ്വസിക്കുവാൻ, ആ കർത്താവിന്റെ പാത പിന്തുടരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.